മെഡൽ കിട്ടിയിട്ടുള്ള കുട്ടിയുടെ സഞ്ജയ് കൃഷ്ണ അവരുടെ മകനോട് എത്തിയിട്ടുണ്ട്. അവർക്ക് വേറെ പരിപാടി ഉള്ളതുകൊണ്ട് വരാതിരുന്നതാണ്. ഇതൊന്നുമല്ലാതെ നമ്മുടെ ഈ കുട്ടികളുടെ പിഞ്ചു മക്കളുടെ പാരൻസ്, മേജർ സുധാകർ സാർ അടക്കമുള്ള വേദിയിലെ മുഴുവൻ സഹോദരി സഹോദരന്മാരെ, കുട്ടികളെ, വളരെ പ്രധാനമായ ഒരു ചടങ്ങായിട്ടാണ് നമ്മളിന്നത് ആഘോഷിക്കാൻ വേണ്ടി ഇരുന്നത്. ചില കാരണങ്ങൾ കൊണ്ട് കുറച്ച് കുട്ടികൾ ഇപ്പോഴും ഇന്ന് പല ദിവസങ്ങളായിട്ട് ഒരാഴ്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. എന്നിട്ട് പോലും പാരൻസിന് ഇന്ന് രാവിലെ 1-2 പാരൻസ് വിളിച്ച് പറഞ്ഞു വരാൻ വേണ്ടിയില്ല. നിങ്ങളുടെ കുട്ടികളാണ്, നിങ്ങളുടെ കുട്ടികൾ നേരാവുന്നതിൻ്റെ ഏറ്റവും കൂടുതൽ വികാരവും ആഗ്രഹവും ഉണ്ടാവേണ്ടത് നിൽക്കാം. ഞങ്ങൾക്ക് ഞങ്ങളുടെ കയ്യിൽ എത്തിയതിന് ശേഷം അവർക്ക് ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഞങ്ങളുടെ ചുമതലയുള്ളൂ. അതിനൊപ്പം തന്നെ ഈ കുട്ടികൾ ഇവിടെ സെലക്ഷനായിട്ട് പോകുന്ന കുട്ടികൾ നമ്മുടെ രാജ്യസേവനത്തിന് വേണ്ടി പോകുന്ന കുട്ടികൾ. നമുക്ക് വളരെ ആത്മാർത്ഥമായി നെഞ്ഞത്ത് കൈവച്ചുകൊണ്ട് പറയും, മറ്റേത് വിഭാഗത്തിലുള്ള ഉദ്യോഗസ്ഥരായാലും അവരുടെ എല്ലാം ജോലിയിൽ നിന്ന് വളരെ വിഭിന്നമായി രാജ്യത്തിൻ്റെ സേവനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം എന്ന് പറയുന്നത് സോൾജേഴ്സാണ്. മറ്റൊരു വിധത്തിലുള്ള ലാഭേച്ഛയും കൂടാതെ രാജ്യമാണ് നമ്മുടെ എല്ലാം, മാതൃഭൂമിയാണ് നമ്മുടെ പെറ്റമ്മ എന്ന് കണക്കാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം ഉണ്ടെങ്കിൽ അത് ആർമിയാണ്, അല്ലെങ്കിൽ മിലിറ്ററിയാണ്. അപ്പം അതിലേക്ക് പോകാൻ ഇഷ്ടപ്പെടുന്ന കുട്ടികളും ആ കുട്ടികളുടെ പേരൻസും അതിനെ മോട്ടിവേറ്റ് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഈ ട്രെയിനിങ് കൂടെ സുഗമമായിട്ട് നടത്താൻ പറ്റുന്നത്. ഏകദേശം 9 വർഷക്കാലമായി നടത്തുന്ന ഇത് 10ാമത്തെ വർഷമാണ്. 10ാമത്തെ വർഷത്തിൽ നമ്മൾ നമ്മുടെ ട്രെയിനിങ് സെൻറ്ററിൽ വെച്ച്, നമ്മുടെ പ്രീ ട്രെയിനിങ് കോഴ്സ് സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ വെച്ച് നടത്തുന്ന കുട്ടികളിൽ ഏകദേശം 60ഓളം കുട്ടികൾ പല പഞ്ചായത്തുകളിൽ നിന്നുള്ള കുട്ടികളാണ്. തിരുവില്ലാമല, പഴയന്നൂർ, കൊണ്ടാടി, ചേലക്കര, കണ്ണമ്പ്ര, പുതുക്കോട് അടക്കമുള്ള പഞ്ചായത്തുകളിലെ കുട്ടികളാണ് നമ്മൾ ഇവിടുന്ന് പോയിട്ടുള്ളത്. വളരെ ഗംഭീരമായി 40 കുട്ടികളുടെയും കൂടെ 41 കുട്ടികളുടെയും കൂടെ ഇതേമാതിരി പോയി കഴിയുമ്പോൾ നമ്മളൊരു 100 കുട്ടികൾ പഴയന്നൂരിൽ നമ്മുടെ ക്യാമ്പിൽ നിന്ന് പോയി എന്നുള്ളൊരു അഭിമാനം ഉണ്ടാകുമ്പോൾ അതിനെ വളരെ വിപുലമായി ആഘോഷിക്കണം എന്നുള്ള പരിപാടിയിലാണ് നമ്മൾ തുടക്കമിട്ടത്. 2ാമത്തെ കോൺഫറൻസാണ് നമ്മുടെ. കഴിഞ്ഞ ഏപ്രിൽ 1 നമ്മൾ ആദ്യമായിട്ട് കൂടിയിരുന്നു. അതിൻ്റെ 2ാമത്തെ ഗഡുവായിട്ടാണ് ഇപ്പോൾ നമ്മൾ കൂടിയിരിക്കുന്നത്. ഈ കൂടിയതിൻ്റെ മുഖ്യ അജണ്ട എന്ന് പറയുന്നത്, ഇപ്പോൾ ആമുഖമായിട്ട് നമ്മുടെ സെക്രട്ടറി സാർ സൂചിപ്പിച്ചിരുന്നു, നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്ന കുട്ടികളിൽ നിന്ന് 5 കുട്ടികൾ സെലക്റ്റഡ് ആയിട്ടുണ്ട് ആർമിയിലേക്ക്. അതിൻ്റെ തൊട്ട് മുൻപ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ITBP BSFിലേക്കും 2 കുട്ടികൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരെ ഒന്ന് സന്തോഷകരമായിട്ട് ഒരു സെൻഡ് ഓഫ് ചെയ്യുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിന്ന് ഇവിടെ സംഗമിച്ചിരിക്കുന്നത്. നമുക്കൊക്കെ അറിയാം, ഇതിൻ്റെ പിന്നിൽ ഒരുപാട് ത്യാഗങ്ങളുണ്ട്. രക്ഷിതാക്കൾ മുതൽ കുട്ടികൾ, അവരെ പഠിപ്പിക്കുന്ന രക്ഷിതാക്കൾ, ഒപ്പം തന്നെ ഈ സംഘടന നയിക്കുന്നു. ഞാൻ ഇതിൻ്റെ ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയ്ക്ക് ആഴ്ചയിൽ 1-2 തവണ ഞാൻ ഗ്രൗണ്ടിൽ പോകാറുണ്ട്, മാനേജ് ചെയ്യാറുണ്ട്, പോരായ്മകൾ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. ഇതിൽ നിന്നെല്ലാം കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ഇൻഫർമേഷൻ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. കാരണം നമ്മൾ വല്ലപ്പോഴുമാണ് ഇവിടെ കൂടുന്നത്. അതിൻ്റെ ഒരു ക്രെഡിറ്റ് മനസ്സിലാക്കിക്കൊണ്ടാണ്. ഇപ്പോൾ കഴിഞ്ഞ 1 ഏപ്രിൽ നമ്മൾ ചേർന്നതിന് ശേഷം ഒരു 40% ഞാൻ മനസ്സിലാക്കുന്ന 40% കുട്ടികൾ ഇൻക്രീസ് ആയിട്ടുണ്ട്.
അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട നമ്മൾക്ക് ഈ ട്രെയിനിങ് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ഡിസിപ്ലിൻ നമ്മൾ ഫോളോ ചെയ്യാനുണ്ട്. എങ്കിൽ മാത്രമേ അത് രക്ഷിതാക്കൾ മുതൽ കുട്ടികൾ, ടീച്ചേഴ്സ്, സംഘടന എന്നിങ്ങനെ എല്ലാവരും അണിനിരന്നുകൊണ്ട് നമ്മൾ ആ ഡിസിപ്ലിൻ ഒറ്റക്കെട്ടായി മുന്നോട്ട് നയിച്ചാൽ മാത്രമേ നമുക്ക് ഈ ഒരു പ്രവർത്തനത്തെ നമുക്ക് ഈ ഒരു ട്രെയിനിങ്ങിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. രണ്ട് മാസത്തോളമായി പോയിട്ട് AC ബാംഗ്ലൂരിലാണ് ട്രെയിനിങ് പോകുന്നത്. എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിലാണ് സെലക്ഷൻ കിട്ടിയിട്ടുള്ളത്. ആദ്യത്തെ രാജൻ ഹരി. 30 വർഷത്തെ സേവന പാരമ്പര്യവുമായി നമ്മുടെ സ്വന്തം ജയലക്ഷ്മി പഴയന്നൂരിൽ നമുക്കാവശ്യമുള്ള സ്റ്റീൽ ഫർണിച്ചറുകൾ, വുഡൻ ഫർണിച്ചറുകൾ, ബെഡുകൾ, ഹോം അപ്ലയൻസസ്, സ്പോർട്സ് ഗുഡ്സ്, ബേബി ഐറ്റംസ് മുതലായവ ഏറ്റവും നല്ല ഗുണമേന്മയിൽ ഏറ്റവും പുതിയ വെറൈറ്റി മോഡലുകളോടുകൂടി നമ്മുടെ സ്വന്തം ജയലക്ഷ്മിയിൽ ലഭിക്കുന്നു. ജയലക്ഷ്മി ഫർണിച്ചർ, ഹോം അപ്ലയൻസസ് ആൻഡ് സ്പോർട്സ് ഗുഡ്സ്, മെയിൻ റോഡ്, പഴയന്നൂർ. ഫോൺ 9895653372.